എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് സിലബസ് വന്നിരിക്കുകയാണ്. സിലബസ് മാത്രമല്ല, കൺഫർമേഷൻ വന്നു, എക്സാം ഡേറ്റും വന്നു. ഏതായിരുന്നു അത്? സൂപ്പറിൻറ്റൻഡന്റ് അല്ലേ? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കുള്ള സിലബസ് വന്നു. കാര്യം നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരുന്നു, സിലബസ് ഇല്ലായിരുന്നു. അത് വെച്ചിട്ടാണ് സരസർ പഠിപ്പിച്ചത് അല്ലേ? നമുക്ക് കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു. അതിന് കാരണം എന്താണ്? ഏറ്റവും മികച്ച ക്ലാസ്. ഇപ്പൊ മാത്സ് സ്റ്റാറ്റും പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, ഏറ്റവും മികച്ച ക്ലാസ് നൽകും. ഇപ്പൊ ശരത് സാർ ഡിസ്കസ് ചെയ്യുമ്പോൾ സാർ തന്നെ പറഞ്ഞാണ്, സിലബസിന് എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞോളാം, ലൈവായിട്ട് തന്നെ എടുത്ത് പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ എല്ലാ കാര്യം എവിടെ നിന്നൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതി പഠിക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മാക്സിമം ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് ക്ലാസ് കൂടാതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളുക, മാസ്റ്റർ കെ അക്കാഡമിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ശതമാനം പോലും കുറവ് വരത്തില്ല. സിലബസ് കൃത്യമായിട്ട് പൂർത്തിയാക്കും. ഒപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് എന്തൊക്കെ വിജയിക്കണോ അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾ എന്തൊരു സജഷൻ പറയുകയാണ്, സാറേ ആ ക്ലാസ് വെച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്യണം, ഞങ്ങൾ ചെയ്തു തരും. അക്കാര്യത്തിൽ ഒന്നും മാറ്റം വേണ്ട. നിങ്ങൾക്ക് ഈ ജോലി നേടണം, ഒരു ഗസറ്റ് പോസ്റ്റ് ആണ്. ഈ ജോലി നേടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മാത്സിന്റെ ഫുൾ ക്ലാസ് എടുക്കുന്ന ശരസാറായിരിക്കും, ഒരു മാറ്റവും ഇല്ല. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ നേരെ സിലബസിലേക്ക് പോവുകയാണ്. മൊഡ്യൂൾ 1 13 മാർക്ക്. ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ മൊഡ്യൂളിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി എല്ലാ ശരസാർ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കേട്ടോ. മൊഡ്യൂൾ 2 എത്രയാണ്? 12 മാർക്ക്. മൊഡ്യൂൾ 3 13 മാർക്ക്. മൊഡ്യൂൾ 4 12 മാർക്ക്. ഓക്കെ, സെറ്റ് വരുന്നുണ്ട്. വെക്ടർ വരുന്നതാണ് മൊഡ്യൂൾ 5 13 മാർക്ക്. ഓക്കെ, മൊഡ്യൂൾ 6 വരുന്നത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വരുന്നത് 12 മാർക്ക്. മൊഡ്യൂൾ 7 എനിക്ക് തോന്നുന്നു ഇനി വരുന്നത് സ്റ്റാറ്റ് ആണ് വരുന്നത് കേട്ടോ, അത് 13 മാർക്ക്. മൊഡ്യൂൾ 8 12 മാർക്ക്, സ്റ്റാറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 മൊഡ്യൂൾ എന്താണ്? സ്റ്റാറ്റ് ആണ്. ബാക്കിയുള്ള മൊഡ്യൂൾ മാത്സ് ആണ്. മാത്സും സ്റ്റാറ്റ് നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് മാത്സും സ്റ്റാറ്റ് പഠിച്ചവരാണ്, നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ട്. ഇനി മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം പറയാം, എത്രത്തോളം നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യും അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻ്റ് ആകും. ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാവോ ആ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു മാറ്റവും വേണ്ട. ഈ ഒരു ഗസറ്റ് പോസ്റ്റ് 1ാം റാങ്ക് നമുക്ക് തന്നെ വേണം, നമ്മുടെ കുട്ടികൾക്ക് തന്നെ വേണം. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാം അതെല്ലാം കളക്ട് നിങ്ങൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ഡേറ്റ് മറക്കണ്ട. ജൂൺ 28-ാം തീയതി ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്ന. ചെറിയ ഫീസ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്